ഒരു ഗ്ലാസ് അമ്മ വെള്ളം പോലും ചേർക്കാതെ ഒറ്റ വലിപ്പിന് കുടിച്ചു തീർത്തത് കണ്ടോണ്ട് നിന്ന് എന്റെ കരളാ മാറിപ്പോയത്. മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അത് എവിടെ കിട്ടി? അടുക്കളയിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുക. അതാ കൂടെ ഇൻസ്പെക്ഷൻ. ഇവിടെ ഉണ്ടാക്കുന്ന ചാപ്പാട് മുഴുവൻ ഇവിടെ ഉള്ളവരും ചുറ്റുപാടുള്ളവരും തിന്ന് തീർക്കുക. അല്ലാതെ ഇവിടെ ഒരു ബിസിനസ്സും ഇല്ല, ടൂറിസ്റ്റും ഇല്ല. അടച്ചു പൂട്ടാമെന്ന് വെച്ചാൽ രണ്ടെണ്ണം അപ്പ വരും അവകാശം പിടിക്കും. എല്ലാം വിറ്റ് തൊലയ്ക്കും. അതുകൊണ്ട് ഇതങ്ങ് നടത്തിക്കൊണ്ട് പോവുക. ഹിരോഷിനാണെങ്കിൽ രാഷ്ട്രീയത്തിലാണ് താല്പര്യം. അവനെ എങ്ങനെങ്കിലും ഒരു MLA ആക്കണം. ആകും. ഈ പോക്ക് പോയ MLA അല്ല മന്ത്രി വരെ ആവും. പരന്തു അവൻ എല്ലാ ചുറ്റുകളിയും അറിയാം. അവൻ നല്ല മിടുമിടുക്കനായ ഒരു എന്താ ജഗത് പിള്ളേ? കുപ്പി എവിടെ? കുപ്പി? ഏത് കുപ്പി? റമ്മിന്റെ കുപ്പി എവിടെയെന്ന് രണ്ടുപേരും മാറുന്നില്ല. പോയി നോക്കാനല്ലോ. വാ. ജഗതു അവിടെ ഒന്നും കാണുന്നില്ല. ഇത് നീ കണ്ടെന്ന് പറഞ്ഞു പോ. 38 വർഷം നിന്റെ കൂടെ ജീവിച്ചിട്ട്. ചേട്ടാ എത്ര വർഷം പറഞ്ഞത്? 38 വർഷം. താൻ സോസിന്റെ കുപ്പിയിൽ അമ്മ ഒഴിച്ച് അമ്മ കൊടുക്കും ഞാൻ കണ്ടല്ലോ. ആ കുപ്പി എവിടെ? ഇതാണോ കണ്ടത്? ഇത് തന്നെ. പരന്തു ഇത് സോയാബീൻ സോസ് ആണ്. മാഡം മണപ്പിച്ച് നോക്കൂ. ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ ഐറ്റം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പിള്ളസാൻ എന്നോട് പറഞ്ഞു. പാവം മനുഷ്യൻ. അതിനു വേണ്ടിയാ ഈ സോയാബീൻ സോസ് ഞാൻ എടുത്തത്. അതൊരു തെറ്റാണോ? എന്റെ ചിക്കൻ സത്യമുള്ളതാ. കർക്കിടക ചിക്കൻ സത്യമായിട്ട് ഞാൻ പറയാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ മോഷ്ടിക്കുമായിരിക്കും. പക്ഷെ എന്നെ കള്ളൻ എന്ന് വിളിക്കരുത്. ഇഷ്ടമല്ലെങ്കിൽ എന്നെ പിരിച്ചുവിട്ടേക്കൂ. ഞാൻ ഗോവയിലുള്ള എന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചോളാം. പാവ സ്ത്രീ. ചേട്ടാ ചെറുപ്പത്തിൽ ഈ സ്ത്രീക്ക് ഭ്രാന്തുണ്ടായിരുന്ന? എനിക്ക് നാണ അവരോട് തെണ്ടി ഒരവണ ആ മനുഷ്യൻ കഴിക്കുന്നില്ല. എനിക്ക് എന്താ വിഷമം? എന്റെ അപ്പന്റെ കാശൊന്നുമല്ലല്ലോ. ഇങ്ങോട്ട് വാട രാമ. സുഖമായിട്ട് കുളിക്കല്ലേ. അനാമന തൻ തൃപ്തി അനാമന. കുഴപ്പമില്ല. നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? ഞാൻ നിന്നോട് സംസാരിക്കണമെന്ന്. എന്നോട് സംസാരിക്കാനാ വന്നെങ്കിൽ എന്റെ വീട്ടിന്റെ ഡ്രോയിങ് റൂമിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു. അല്ലാതെ എന്റെ പെങ്ങളെ കൂട്ടി ഇവിടെ വന്ന് സംസാരിക്കുന്നത് തെണ്ടിത്തരവാണ്. കാര്യം അറിയാതെ പ്രായമായ പെങ്ങളെ തൊഴുകി അടിക്കുകയും ചെയ്യുന്നതാടാ തെണ്ടിത്തരം. എന്റെ പെങ്ങളെ ഞാൻ അടിക്കോ തൊഴിക്കോ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. അത് ചോദിക്കാൻ നീ ആരുടെ ബാസ്റ്റർഡ്? Never call me a bastard again. ഞാൻ പോകാൻ കേട്ടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ജീവിച്ചില്ല. വേണേ കേട്ടു. നീ കെട്ടത്തില്ല. ഇവിടെ പെങ്ങളാണെങ്കിൽ നീ ഇവിടെ കെട്ടത്തില്ല. എന്റെ കൊക്കിന് ജീവനുണ്ടായി ഞാൻ വേണേ കേട്ടോടാ. നീ
നിന്നോട് പോകാനുള്ള എങ്ങോട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്? മധുരയിലുള്ള സീതമാമിയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം. എന്റെ ട്രെയിനിങ് കഴിയുന്നവരെ ഇവിടെ അവിടെ വെക്കട്ടെ. ഇവിടെ ശരിയാവില്ല. നാളെ കാലത്ത് പോയാ പോരെ? പോരാ. എല്ലാം നേരെയാവും. തൽക്കാലത്തെ ബഹളം ഒന്ന് കഴിയട്ടെ. മോള് പോയിട്ടോ. യെസ് ദേവേട്ടാ, ഗുഡ് മോർണിംഗ്. ഈ തോക്ക് പിടിക്കുന്നതിന്റെ ഒരു ഗമയൊക്കെ വേണ്ടേ? പൂന്താലി പിടിക്കുന്ന പോലാണോ തോക്ക് പിടിക്കുന്നത്? ചവിട്ടി പദം വരുന്നല്ലേ എളിയ? ഉറച്ചില്ലേ? ഞാൻ കണ്ടേ, ചവിട്ടിയ തറ ഉറച്ചു കാണും. വേണയുടെ എഴുത്തൊക്കെ ഉണ്ടോ? ആവശ്യത്തിന് മാത്രം എഴുതിയാൽ മതി എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഞാനേതായാലും ഒരു കത്ത് എഴുതുന്നുണ്ട്. അതിനു മുമ്പ് തന്റെ ഈ പരിശീലനമൊക്കെ ഒന്ന് കണ്ടിട്ടാണെന്ന് ചോദിച്ചു. നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോവാം. ഞാനത് പറയാൻ തുടങ്ങരുത്. കഴിച്ചിട്ട് അധ്വാനിച്ചാൽ മതി. ഓക്കെ, വെർ ഇസ് എ ക്യാൻറ്റീൻ? കം ഓൺ. ഈ തകഴി കൃഷ്ണപിള്ളച്ചേട്ടന്റെ കൊഞ്ചു വായിച്ചിട്ടുണ്ടോ? തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ. ഞാൻ പിന്നെ ആകോലി അനുസരിച്ചാ പറഞ്ഞ് കൊഞ്ചും ചെമ്മീനും ഒക്കെ ഒന്ന് തന്നെയാണെന്ന്. അപ്പൊ കൃഷ്ണപിള്ള ശിവശങ്കരപ്പിള്ളയോ? എല്ലാം ഒന്ന് തന്നെ. പറഞ്ഞത് മനസ്സിലായല്ലോ. ഇവിടെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒറ്റ പ്രശ്നമുള്ളൂ. എങ്ങനെയുണ്ട്? ആര് പറഞ്ഞെടുക്കാൻ? ഞാനാ എന്തേ? കണ്ണോടാര് പറയുന്നത് പൊടി കയറാൻ? കുറെ നാളായി ആ മുറിയിൽ ഇതിങ്ങനെ അനാഥപ്രേതം പോലെ കിടക്കാനിട്ട്. എന്നാ പിന്നെ ആരെങ്കിലും ഒന്ന് ഇടിച്ച് കാണാലോ എന്ന് വിചാരിച്ചിട്ടാ. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ഞാനൊന്നും പറയാൻ കേട്ടോ. ഊരെ ഞാൻ എന്റെ അടുത്തോട്ടെ. വേണ്ട, അത് പോട്ടെ. ദുബായിന്ന് കാമുകന്റെ കത്തൊന്നും വന്നില്ലേ? ദുബായിന്ന് കാമുകന്റെ കത്ത് വന്നില്ല. എനിക്ക് തരത്തില്ലല്ലോ. തരത്തില്ല ഫിഫി, എന്റെ ആകെ സമ്പാദ്യമാണ്. മോളെ പോയിക്കോ, ഇതൊക്കെ ഞാൻ ശരിയാക്കി വന്നു. അല്ല, ഇപ്പൊ എത്ര വയസ്സായി? എന്തിനാ? ഒരു 50 വയസ്സ് കൂട്ടിക്കോളി. അപ്പോ ഇനി ഒരു 10 കൊല്ലം കൂടി ഉള്ളൂല്ലേ? മലബായ്, തന്നെ തന്റെ ഈ കിമോണയിൽ പൊതിഞ്ഞ് ഞങ്ങൾ അവിടെ കൊണ്ടുവച്ചോളാം. എന്നിട്ട് മണ്ണിടാട്ടാ. കിമോണക്കാരൻ. ഹലോ, അതെ എന്താടോ? ഇല്ലല്ലോ, അവൻ മിനിഞ്ഞാന്നൊന്ന് വന്നിട്ട് പോയതാ. എന്താ കാര്യം? ആ, വല്ല ഫ്രണ്ട്സിന്റെ വീട്ടിൽ കുടുങ്ങി പോയിരിക്കും. അവനങ്ങ് വരും. ഞാൻ പതവുള്ളൊക്കെ കഴിച്ചോണ്ടിരിക്കുക. 3 കഴിഞ്ഞു. ഓ, അത് വല്ല റൊട്ടി കഷ്ണവും കടിച്ചു തീർക്കുന്നത് ഞാൻ കിടക്കും. ഓക്കെ, അവനങ്ങ് വരും കേട്ടോ. ഗുഡ് നൈറ്റ്. ദേവേട്ട, ഇന്നലെ നീ എവിടെ ആയിരുന്നു? എന്താ ഈ വരവൊക്കെ ആയിട്ട്? ദേവേട്ട, ഒരാളൂടെ ഉണ്ട്. ആര്? ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ദേവട്ട.
അണ്ണനെ പോയി കണ്ടോ? കരയാ, ഏതായാലും കഴിഞ്ഞില്ലേ? അവനെ പോയി കാണണം, കാര്യങ്ങളെല്ലാം തുറന്നു പറയണം. ഞാനും വരാം. എന്താ ഡിറ്റോ? അങ്ങനെ ദേവേട്ട. എന്താ ദേവേട്ടാ? പറയട്ടെ. മാംഗല്യം തന്തുനാ നേന മമ ജീവന ഹേതുനാ കണ്ഠേ ഭദ്രാമി സുഭഗേ ത്വം ജീവ ശരദശതം. அந்த காஞ்சிபுரம் சேலை சுற்றி நல்லால நல்லால ആരാടോ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞല്ലോ. താനെന്റെ രക്ഷകർത്താവ് ചമയൊന്നും വേണ്ട. എന്റെ ഇല്ലായ്മ കൊണ്ട് കുറെ രൂപ ഞാൻ മേടിച്ചു പോയി. അതങ്ങ് തിരികെ തരികയും ചെയ്യും. യു ആർ എ പേയിങ് ഗസ്റ്റ്, നോട്ട് എ പേയിങ് ഗാർഡിയൻ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞല്ലോ. തനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ പെങ്ങള്. എന്റെ പെങ്ങള് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയി. വിഷം കുടിച്ച് മരിച്ച രണ്ട് ആത്മാക്കൾ ഇവിടെ കിടന്ന് അലയുന്നുണ്ട്. എനിക്ക് അവരുടെ ഉത്തരം പറയണം. അറിയാമോ എനിക്ക്? അമ്മ എപ്പോഴും പറയായിരുന്നു, അണ്ണം പഠിച്ച് മിടുക്കനായി ദേഹം മുഴുവൻ പൊന്നിട്ട് അവളുടെ കല്യാണം നടത്തുമെന്ന്. ഇപ്പൊ എന്തായി? അവരുടെ മുമ്പിൽ ഞാനൊരു കോപ്പനായില്ലേ? നിങ്ങൾ രണ്ടുപേരും കാണിച്ചത് തെറ്റാ. ഇവൻ എന്നോടും നീ നിന്റെ ചേട്ടനോടും. ഇവൻ ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ് നീ നിന്റെ ചേട്ടനോട് ചെയ്തത്. ഞാൻ ഇവന്റെ അച്ഛനാ. ഇതൊരു കുട്ടിത്തമായി കണ്ട് ക്ഷമിക്കാൻ എന്റെ പ്രായത്തിന് കഴിയും. രാമസ്വാമിക്ക് ഇവന്റെ പ്രായമേ ഉള്ളൂ. അവന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത്രയും നാളും അവൻ നിനക്ക് തന്ന സ്നേഹമാണ്. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള പ്രായമായിട്ടില്ല അവന്. അവൻ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. കരയാനല്ല അങ്കിളിത് പറഞ്ഞത്. കരയാതെ മോളെ, ഇന്നു മുതൽ നീ എന്റെ മകന്റെ ഭാര്യ, എന്റെ മരുമകൾ. കരയാതെ. നാളെ ഞാൻ രാമസ്വാമിയെ കണ്ട് സംസാരിക്കാം. വളരെ നാളായി പുറം ലോകമൊക്കെ കണ്ടിട്ട് അതിന്റെ പരിചയക്കുറവ് ഞാൻ സംസാരിക്കുന്ന വിഷയത്തിലും കാണും. അവളെ നിനക്ക് വന്നൊന്ന് കാണരുതോ? വഴക്ക് പറയാനാണെങ്കിലും വിരോധമില്ല. ഞങ്ങളെല്ലാം ഉണ്ടെങ്കിലും നീയല്ലേ അവളുടെ എല്ലാം. എന്താ വിസ്കി ബ്രാൻഡ്? അങ്ങനെയൊന്നുമില്ല. എന്തായാലും വേണ്ടില്ല, നിറച്ചു വയ്ക്കി. എടോ, താൻ എല്ലാം കൂടെ വലിച്ചു വാരി കുടിച്ച് അൽബുൾസ് ഉണ്ടാക്കരുത്. അലമ്പുണ്ടാക്കരുത്. താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാവാൻ നോക്കണ എന്തിനാ? ഒഴിച്ചൂറാണ്ട് ആരെന്റെ പാപ്പ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മേജർ സാബ് പാർട്ടി ഉഗ്ര. കാര്യമായിട്ട് വിളിച്ചു വരുത്തി ഒരു നല്ല വിരുന്ന് തരണമെന്ന് വിചാരിച്ചതാ. ഷിഫിയുടെ കല്യാണത്തിനായിട്ട് നമുക്ക് നന്നായിട്ട് കൂടിക്കളയാം. ഞാൻ പ്രേമത്തിന് എതിരല്ല മേജർ. ജപ്പാനിൽ ഒരു ദിവസം ഞാൻ മോർണിംഗ് വാക്കിന് ഇറങ്ങിയാണ്. ഒരു ജപ്പാൻ പെൺകുട്ടി കിമോണ ധരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. പുറകിൽ ഒരു ജപ്പാൻ പൂവാലൻ. ഡയനോറ 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 പാടിക്കൊണ്ട് ഞാൻ അവനെ അടുത്ത് വിളിച്ച് കരണക്കുറ്റിക്ക് 2 പുകച്ചു.
ഞാൻ അവരോട് ചോദിച്ചു, നിനക്ക് അവളെ കെട്ടിയാ പോരെ, എന്തിന് പാടുന്നുണ്ട്? ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവരെ കെട്ടിച്ചു. അതിനുശേഷം ജീവിതത്തിൽ ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് പ്രേമം, അതായത് ലവ്. ഒന്ന് പോട പിള്ളേ. എക്സ്ക്യൂസ് മീ മേജർ. ഗോവയിൽ ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടി കാണുന്നു. അവർ തമ്മിൽ ഇഷ്ടമായാൽ അടുത്ത ഹോട്ടലിൽ ചെല്ലുന്നു. ഹോട്ടലിലല്ല, പള്ളിയിൽ ചെല്ലുന്നു, കെട്ടുന്നു. പിന്നെ രാത്രിയിൽ ആ സ്ട്രീറ്റിൽ ലൈറ്റ് ഇട്ട് ഫുട്ബോൾ കളിക്കുന്നു. കുറച്ചധികം നേരം വെറുതെ കളിക്കുന്നു. എന്തേ? ഗോവാക്കാരുടെ ഒരു ഗെയിം ആണല്ലോ ഫുട്ബോൾ. ജപ്പാന്റെ നാഷണൽ ഗെയിം. ഒന്ന് നിർത്തടോ. ഇനി താൻ ജപ്പാനെ പറ്റി പറഞ്ഞാൽ താൻ ജപ്പാനിലൊരു പെൺകുട്ടിയെ ഡയവനറാണ് പറഞ്ഞ് കേറി പിടിച്ചത് ഞാൻ തന്റെ ഭാര്യയോട് പറയും. വാട്ട്? ഞാൻ പെൺകുട്ടിയെ കയറി പിടിച്ചല്ലോ. ഡോബർമാനെ, മേജർ സാർ കേട്ടതാണല്ലോ. മിണ്ടാതെ പിടിച്ച് കഴിച്ചോളൂ. ഈ ജപ്പാൻ എന്നൊരു വാക്കിനി പറഞ്ഞാൽ ടിറ്റോ. ടിറ്റോ, നീ മിടുക്കനാണ്. എനിക്ക് സാധിച്ചിട്ടില്ല ഇന്നേ വരെ ഒരു രജിസ്റ്റർ മാരേജ് കഴിക്കാൻ. പരന്തു, നീ മിടുക്കനാണ്. എന്താ ചിരിക്കുന്നേ? ആ രാമുണ്ടല്ലോ, അവൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന കാക്കി ഇട്ടിട്ട് നിന്നൊരു ഇടിയുണ്ട്. ഇടിന്ന് വെച്ചാ മായം ചേർക്കാത്ത ഇടി. എങ്ങനെ ഇരിക്കുന്നറിയാമോ? അതിനു മുമ്പ് നീ അവനെ കണ്ട് പറഞ്ഞു ഒതുക്കണം. ഇല്ലെങ്കിൽ അവൻ നിന്നെ ഇടിക്കണോ? ബോറാവുന്നുണ്ട്. നിർത്തടോ. ഒന്ന് പോടാ. നിനക്ക് കൊള്ളാൻ പറ്റും അവന്റെ ഇടി? വല്ലവായി കൊള്ളാൻ പറ്റും അവന്റെ ഇടി? ഇവനൊക്കെ കൊണ്ടാറുണ്ടല്ലോ. ദേവേട്ടൻ അവളെ കണ്ടിരുന്നോ? ഇല്ല, നീ അവിടെ ചെല്ലാതെ ഞാൻ പോയിട്ട് എന്താ കാര്യം? തനിക്കൊന്നും തോന്നരുത്. ഞാൻ ഇന്നലെ മുതൽ ഇങ്ങനെ ആലോചിക്കുക, കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയാലോ എന്ന്. എന്താ ദേവേട്ട, ഇന്നലെ രാത്രി ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണോ? പറഞ്ഞുകൊണ്ടൊന്നുമല്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും ദേവേട്ടനായി ജീവിതത്തിൽ ഒരു അർത്ഥം കണ്ടെത്തിയവനാ ഞാൻ. അതില്ലാതായപ്പോ ഓർമ്മകളോട് പോലും ഒരു മടുപ്പ്. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നിടും. നിനക്ക് പോയി അവളെയും ടിറ്റോയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നൂടെ? ഞാൻ കൂട്ടിക്കൊണ്ടുവരാം ദേവേട്ട. പെട്ടെന്ന് വഴങ്ങാൻ മനസ്സിനൊരു മടി. ദേവേട്ടനെ വിടുമുട്ടെങ്ങും പോരുത്. എന്റെ പരാതി കേൾക്കാൻ എനിക്ക് ദേവേട്ട മാത്രമേ ഉള്ളൂ. എന്താ പൊതിയൊക്കെ? കുറച്ച് മട്ടൻ ഫ്രൈയും ചപ്പാത്തിയാണ് ദേവേട്ടന് രാത്രി കഴിക്കാൻ ക്യാൻറ്റീനിലെ. നല്ല അസല് മട്ടൺ ഫ്രൈ. ഞാൻ എടുത്തോളാം. ആരാ എന്റെ മരുമോളാണോ എന്ന് പാചകം? മരുമോളും ഫിഫിമോളും കൂടാ. ഇത്രയും നാള് ഫിഫിമോൾ അടുക്കള കയറുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. സാർ എവിടെ ആയിരുന്നു ഇതുവരെ? ഞാൻ ടിക്കറ്റ് കയറി ശരിയാക്കാൻ പോയതാ. ചുറ്റി നോക്കിയാ ഡാഡി. ടിറ്റു, ഈ ചോറ് വെന്തില്ലല്ലോ. മിണ്ടായിരുന്നു കഴിച്ചേച്ചു പോടാ. ഇന്നിവിടെ അല്ല ഭരണം. അതിന്റെ കുറവ് കാണാനുണ്ട്. ഇതെന്താ ഇത്? സാമ്പാർ, അപ്പൊ രസമായിരിക്കും. ഇതെന്താ ഇനി? അവിയല്. ഈ ചാമ്പാർ ഉടയിലല്ല ഇറച്ചി മീനൊന്നുമില്ലേ? ഇന്നിവിടെ ഇറച്ചി മീനൊന്നുമില്ല. ഇന്ന് വേണിയുടെ പാചകമാണ്. ഈ അറിയാൻ വയ്യാത്ത പണിക്ക് എന്തിനാ പോകുന്നത്? ഒരു കാര്യം ചെയ്യ്, ഇതെല്ലാം കൂടെ ഒരു ചരുവത്തിലിട്ട് ഇളക്കി ഇങ്ങതാ, ഞാൻ വയറ് കുടിച്ചോണ്ടങ്ങ് വാ. കൊഞ്ചച്ചാറുണ്ട്, എടുക്കട്ടെ? വേണ്ട വേണ്ട. രാത്രിയിലും വരുമല്ലോ, ഓണാവുന്നോടാ. അല്ല, കൊഞ്ചച്ചാർ എടുക്കട്ടേന്ന്. മോളെ നീ ഇച്ചിരി അതിങ്ങ് എടുത്തോ. അമ്മാളേ അമ്മാളേ കരിമീൻ അമ്മാളേ 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 അമ്മാളേ. നിന്നെ ഞാനേ 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കാം. നീ ഷൈൻ ചെയ്യുന്നോ? ആലവലാതി. ഡാഡിയുടെയും ബെറ്റിയന്റെയും മുമ്പിൽ വെച്ച് നീ എന്നെ ആക്കുന്നു. അയ്യേ,
നീ ഇത്ര ചീപ്പായിട്ട് അതേടാ നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോ എന്റെ അണ്ണൻ ഇത് വായ നോക്കി നടക്കുന്ന നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചതും പോരാ